മൈ മാത്സ് ഫോർ യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 28/12/2024 നടന്ന 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഗണിതവുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: സമചരാകൃതിയായ ഒരു തുണിയുടെ നീളം 1 മീറ്ററാണ്. ആ തുണിക്ക് 100 രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും വീതിയുമുള്ള സമചരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാണ്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തത് 25 രൂപ, 50 രൂപ, 75 രൂപ, 100 രൂപ എന്നിങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കണക്ക് ഇങ്ങനെ ചെയ്യാം. സമചരാകൃതിയുള്ള തുണി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. 1 മീറ്റർ നീളമാണ്. 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി. ഇതിനാണ് 100 രൂപ. ഈ തുണിക്കാണ് 100 രൂപ. ഇതിൻ്റെ പകുതി നീളവും പകുതി വീതിയുമുള്ള ഒരു കഷ്ണ തുണി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ 4 ഭാഗം ഈ പീസായിരിക്കും. ഇതിൻ്റെ വില എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ സമചരാകൃതി ഇപ്പോൾ 4 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. അപ്പോൾ 100 രൂപയാണ് ഇതിൻ്റെ മൊത്തം വിലയെങ്കിൽ ഇതിൻ്റെ 4 ഭാഗമായി വരുന്ന ഈ തുണിയുടെ വില എന്ന് പറയുന്നത് ഈ 100 രൂപയുടെ 4 ഭാഗം, 4 ഹരിച്ചാൽ കിട്ടുന്ന 25 രൂപയായിരിക്കും. അപ്പോൾ 25 രൂപയാണ് ഇതിന് ഉത്തരം വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം: ഇപ്പം 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള സമചരാകൃതിയായ ഒരു തുണിയുടെ പരപ്പളവ് എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആണ്, 1 ചതുരശ്ര മീറ്റർ ആണ്. അതിനാണ് 100 രൂപ. അപ്പോൾ ഇതിന്റെ പകുതി നീളം എന്ന് പറഞ്ഞാൽ 1/2 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമുള്ള മറ്റൊരു തുണിയുടെ ഇതേ തുണി തന്നെ അതിന് വേറൊരു പീസാണ്. അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് 1/2 × 1/2, അതായത് 1/4 ആയിരിക്കും. അപ്പോൾ 1/4 ചതുരശ്ര മീറ്ററിന് എത്രയായിരിക്കും എന്ന് കണ്ടെത്തിയാൽ മതിയോ? അപ്പോൾ 100 രൂപയുടെ 4 ഭാഗമാണിത്. അപ്പോൾ അത് 25 രൂപ. ആ രീതിയിൽ നമുക്കത് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ചിത്രം സങ്കല്പിച്ചിട്ട് നമുക്ക് 20 രൂപയിലേക്ക് എത്താം. അല്ലെങ്കിൽ 1/2 × 1/2 1/4 ആണ്. അതിന് 100ന്റെ 4 ഭാഗമായി 25 രൂപ എന്ന രീതിയിലും കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാലാണ് 5 × 3 × 8 കുറക്കണം 12 ഹരിക്കണം 4 3 എന്ന സമവാക്യം ശരിയാകുക? അപ്പോൾ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഓരോന്നെടുത്ത് വെരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ പ്ലസ് അതുപോലെ മൈനസ് ആണ്. അതായത് പ്ലസ് എന്ന സ്ഥാനത്ത് മൈനസ് എന്നും മൈനസ് എന്ന സ്ഥാനത്ത് പ്ലസ് എന്നും കൊടുത്താൽ ഈ ഇതിന്റെ വില 3 എന്ന് കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ 5 പ്ലസിന്റെ സ്ഥാനത്ത് എന്തോ മൈനസ്. അപ്പോൾ -3 × 8 മൈനസിന്റെ സ്ഥാനത്ത് എന്തോ പ്ലസ് ആവും. +12. ഇതാണ് ഇതിന്റെ വില. നമുക്ക് 12 ഹരിക്കണം 4. ഇതിന്റെ വില നമുക്ക് 3 എന്ന് കിട്ടുമോ എന്ന് നോക്കണം. അപ്പോൾ നോക്കാം. നമുക്ക് 5ന്ന് എന്ത് ചെയ്യണം? നമ്മളിവിടെ ഗുണനക്രിയ ആദ്യം ചെയ്യണം. അപ്പോൾ എന്താ, ഹരണക്രിയ ആദ്യം ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 - 3 × 8 +12 ഹരിക്കണം 4 എന്നത് 3. ഇനി അടുത്തത് ഗുണനക്രിയ ചെയ്യണം. അപ്പോൾ എന്താവും? 5 കുറക്കണം 3 × 8 24 കൂട്ടം 3 എന്നായിട്ട് മാറും. വീണ്ടും ഇവിടെ 5 കുറക്കണം 24 കൂട്ടം 3. 5നോട് 3 കൂട്ടിയാൽ 8. 8ന്ന് 24 കുറക്കണം. 8 കുറക്കണം 24. നമുക്കത് -16 എന്ന ഉത്തരമാണ് ഇവിടെ വരിക. അപ്പോൾ ഇതല്ല. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കാം. അപ്പം മൈനസ് അതുപോലെ ഡിവിഷൻ, അതായത് കുറക്കേണ്ട സ്ഥാനത്ത് ഹരിക്കണം എന്നും ഹരിക്കേണ്ട സ്ഥാനത്ത് കുറക്കണം എന്നാക്കി നോക്കാം. അപ്പോൾ എന്താ ഇവിടെ വരിക? 5 കൂട്ടണം 3 ഗുണിക്കണം 8 കുറക്കുക എന്ന സ്ഥാനത്ത് എന്താക്കണം? ഹരിക്കണം എന്നാക്കണം. ഹരിക്കണം 12 ഹരിക്കേണ്ട സ്ഥാനത്ത് കുറക്കണം. അപ്പോൾ കുറക്കണം 3 ഈ രൂപത്തിലേക്ക് വരും. കുറക്കണം 4. അപ്പോൾ ഇവിടെ 5 കൂട്ടണം. നോക്കൂ, ഇവിടെ 8 ഹരിക്കണം 12 ഈ ക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 8 നമുക്ക് 12 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഏതുകൊണ്ടാണ് ഹരിക്കുന്നത് അതിന്റെ വിൽക്കബിൾ ഗുണിച്ചാൽ, അപ്പോൾ ഈ ഹരിക്കുക എന്ന ചിഹ്നത്തെ ഗുണിക്കുക എന്ന് എഴുതുമ്പോൾ 12 വരെ 1/12 എഴുതിയാൽ മതി. അപ്പോൾ 3 × 8 × 1/12 കുറക്കണം 4 എന്നായിട്ട് മാറും.
അതായത് 5 കൂട്ടണം. അപ്പോൾ 3 × 8 24 24നെ 1/12 ഗുണിച്ചു കഴിഞ്ഞാൽ ഈ 2 24 2 വശം പോകും. ഒരു 2 2 ഇവിടെ 2 എന്ന് വരും. കുറക്കണം 4. 5നോട് 2 കൂട്ടിയാൽ 7 7 കുറക്കണം 4 എന്ന് കിട്ടും. അതായത് വില 3 എന്ന് വരും. അപ്പോൾ നമുക്ക് 3 എന്ന ഉത്തരം ശരിയാവുമെന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശരിയാവുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഈ ഓപ്ഷൻ, അതായത് കുറക്കേണ്ട സ്ഥാനത്ത് ഹരിക്കുക എന്നും ഹരിക്കേണ്ട സ്ഥാനത്ത് കുറക്കുക എന്നാവുന്ന സമയത്ത് 3 എന്ന ഉത്തരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗു 60, ഉസാഗ 3. ഈ 2 സംഖ്യകളിൽ ഒരു സംഖ്യ 12 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതെന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. 360, 150, 72, 15. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ 2 സംഖ്യയുടെ ഉസാഗയും അതുപോലെ ലസാഗു, ഈ 2 അവയുടെ ബന്ധവും അവയുടെ ഗുണനവും തമ്മിലുള്ള ബന്ധം അറിയാം. അതായത് ലസാഗു ഗുണിക്കണം ഉസാഗയായിരിക്കും ആ 2 സംഖ്യയുടെ ഗുണനഫലം. 2 സംഖ്യയുടെ ഗുണനഫലം എന്ന് പറയുന്നത് അവയുടെ ലസാഗുവിന്റെയും ഉസാഗുവിന്റെയും ഗുണനഫലം തുല്യമാണ്. ഇപ്പോൾ നമുക്ക് 2 സംഖ്യകൾ, ഒന്നാമത്തെ സംഖ്യ x എന്നും രണ്ടാമത്തെ സംഖ്യ y എന്നും എഴുതിയാൽ x ഗുണിക്കണം y എന്ന് പറയുന്നത് ഈ 2 സംഖ്യ ഗുണനഫലം എന്ന് പറയുന്നത് ഈ 60 എന്ന ലസാഗുവിന്റെയും ഉസാഗ 3ന്റെയും ഗുണനഫലമായിരിക്കും. അപ്പോൾ 60 ഗുണിക്കണം 3 തുല്യമായിരിക്കും. 2 സംഖ്യയുടെ ഗുണനഫലം അവരുടെ ലസാഗുവിന്റെയും ഉസാഗയുടെയും ഗുണനഫലം തുല്യമായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. ഇപ്പൊ x 12 ആണെങ്കിൽ 12 × y, 12y എന്ന് പറയുന്നത് 60 × 3 തുല്യമാണ്. അതുകൊണ്ട് y എന്ന് പറയുന്ന രണ്ടാമത്തെ സംഖ്യ 60 ഗുണിക്കണം 3 ഹരിക്കണം 12 ആയിരിക്കും. 12 കൊണ്ട് y ഗുണിച്ചതാണ് 60 × 3. അപ്പോൾ y എന്ന് പറയുന്നത് 60 × 3/12 ആയിരിക്കും. നമുക്കറിയാം ഇവിടെ ഈ 12 60 5 പ്രാവശ്യം 5 12 60 ആണ്. അപ്പോൾ 5 ഗുണിക്കണം 3 15 എന്ന് കിട്ടും. y = 12 15, അതായത് രണ്ടാമത്തെ സംഖ്യ 15 കിട്ടും. അപ്പോൾ ഓപ്ഷൻ ഡി 15 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, √15² + 12² - 2 × 15 × 12 എത്ര എന്നുള്ളതാണ്. ഇത് നമുക്ക് 15² 225, 12² 154 കുറക്കണം 2 × 15 30, 30 × 12 ആ രീതിയിൽ കുണിച്ചിട്ട് അതിന്റെ റൂട്ട് കണ്ടെത്താം. പക്ഷെ ഇതിന് അതല്ല ഉദ്ദേശിക്കുന്നത് ചോദ്യാർത്ഥം. കാരണം ഇത് ഒരു എളുപ്പത്തിൽ ചെയ്യാവുന്ന വഴിയുണ്ട്. നമ്മൾ ഒരു ഐഡന്റിറ്റീസിൽ സർവ്വസമവാക്യം പഠിച്ചിട്ടുണ്ട്. a - b² എന്ന് പറയുന്നത് a² + b² - 2ab തുല്യമാണ്. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ a² + b² - 2ab എന്ന് പറയുന്നത് a - b² തുല്യമാണ്. അപ്പോൾ ഇവിടെ ഈ 15² + 12² / 2 × 15 × 12 എന്നത് ഈ ഫോർമാറ്റാണ് എഴുതുന്നത്. a² + b² - 2ab എന്ന ഫോർമാറ്റ് എഴുതും. അതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. √(a - b²) ഇവിടെ എയുടെ സ്ഥാനത്ത് 15 ബിയുടെ സ്ഥാനത്ത് 12 ആണിത്. അപ്പോൾ 15 - 12² തുല്യമാണ് ഇത്. അതുകൊണ്ട് ഒന്ന് മാറ്റി എഴുതിയാൽ √(15 ന്ന് 12 കുറച്ചാൽ 3 കിട്ടും. √3² നമുക്കറിയാം √3² 3 ആണ്, അല്ലെങ്കിൽ √3² √9 ആണ്. √9 3 ആണ്. അപ്പോൾ 3 തുല്യമാണ്. അപ്പോൾ 3 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 3 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. ഇതിൽ വെള്ളത്തിന്റെ അളവ് 80 ml ആയാൽ പാലിന്റെ അളവ് എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇവിടെ 4 ഭാഗമാണ് വെള്ളം, 5 ഭാഗമാണ് പാല്. അപ്പോ 4 ഭാഗം വെള്ളം എന്ന് പറയുന്നത് 80 ml തുല്യമാണ്. 4 ഭാഗം വെള്ളം എന്ന് പറയുന്നത് 80 ml തുല്യമാണ്. അപ്പോൾ 5 ഭാഗം ആണ് പാല്. ഇത് എത്ര എന്ന് കണ്ടെത്തിയാൽ മതിയാവും. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 4 ഭാഗം 80 ml എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് 80നെ 4 ഭാഗം 20 ആയിരിക്കും. ഒരു ഭാഗം 20. അപ്പോൾ അങ്ങനെയാണ് 5 ഭാഗം എന്തായിരിക്കും? 5 20 100 ആയിരിക്കും. ആ രീതിയിൽ മനക്കണക്കായിട്ട് നമുക്കത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. 100 ml നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ 4 ഭാഗവും വെള്ളവും 5 ഭാഗം പാലുമാണെങ്കിൽ
9, അത് 4 5 9, 9 4 ഭാഗമാണ് വെള്ളം, 9 5 ഭാഗമാണ് പാല്. അപ്പൊ 9 4 ഭാഗം എന്ന് പറയുന്നത് 80 ആണെങ്കിൽ 9 1 ഭാഗം എന്ന് പറയുന്നത് എത്രയാണെന്ന് കണക്കാക്കി ആ രീതിയിൽ കണ്ടെത്തിയാലും ഉത്തരത്തേക്ക് എത്താൻ പറ്റും. ഇവിടെ നമുക്ക് ഈ രീതി ചെയ്യാം. 4 ഭാഗം 80 മില്ലി ലിറ്റർ ആണ്, അതുകൊണ്ട് 1 ഭാഗം എന്ന് പറയുന്നത് 20 മില്ലി ലിറ്റർ ആയിരിക്കും. അപ്പൊ 5 ഭാഗം എന്തായിരിക്കും? 5 × 20 100 മില്ലി ലിറ്റർ. അപ്പോൾ 100 മില്ലി ലിറ്റർ എ ഓപ്ഷൻ ഇതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. വേറെ ചോദ്യം, 32 ഗുണിക്കണം 10 ബ്രാക്കറ്റിലാണ്, ഹരിക്കണം 10 കുറക്കണം 2, അതിൽ നിന്ന് 20 കുറച്ചാൽ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ ചെയ്യുന്നത് ആദ്യം ബ്രാക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. ബ്രാക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ 32 ഗുണിക്കണം 10 ആണ്. 32 ഗുണിക്കണം 10 320. അപ്പോൾ 320 ഹരിക്കണം 10 2 കുറച്ചാൽ അടുത്ത ബ്രാക്കറ്റ്, അതിന്റെ വില 8 ആണെന്നറിയാം. 8 ഇതാണ് ഈ നേരത്തെ ബ്രാക്കറ്റ് ഉണ്ടായത്. അപ്പോൾ 320 ഹരിക്കണം 8, ഇതിൽ നിന്ന് 20 ഓർക്കാണ്. അപ്പോൾ 300 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 32 8 4 പ്രാവശ്യം അപ്പോൾ 40 ആണ്. 320 ഹരിക്കണം 8 എന്നത് 40 ആണ്. ആ 40-ൽ നിന്ന് എന്ത് ചെയ്യണം? 20 കുറക്കണം. 20 കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് 20 കിട്ടും. അപ്പൊ 20 ആണ് ഇവിടെ ഉത്തരം വരുന്നത്. എന്നോട് പറയാം, ആദ്യം ബ്രാക്കറ്റിൽ 32 ഗുണിക്കണം 10, അതിന്റെ സ്ഥാനത്ത് 320. 10 ഗുണിക്കണം 2 8, 320 8 കൊണ്ട് ഹരിക്കുക 40 കിട്ടും. 40 20 കുറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 40 കുറക്കണം 20 20 കിട്ടും. ഓപ്ഷൻ സി 20. അടുത്ത ചോദ്യം, 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ ബൈ 2.8 എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ 6.4 സ്ക്വയറിന് 6.4 × 6.4 കണ്ടെത്തി, അത് കഴിഞ്ഞ് 3.6 × 3.6 3.6 × 3.6 കണ്ടെത്തി, കുറച്ച് 2.8 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ച് ലെങ്തി ആയ ഒരു പ്രവർത്തനം. പക്ഷേ നമുക്ക് ഇവിടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഐഡന്റിറ്റീസിൽ സർവസമവാക്യം പറഞ്ഞു. അതിൽ മറ്റൊരു സർവസമവാക്യമാണ് a + b × a - b സമം a² - b². തിരിച്ചു പറഞ്ഞാൽ a² - b² വില എന്ന് പറയുന്നത് a + b × a - b ആ രൂപത്തിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ എന്നത് a² - b² ഫോർമാറ്റ് ആണ്. അപ്പോൾ അതിന്റെ വില എന്തായിരിക്കും? a + b × a - b ആയിരിക്കും. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 6.4, ബിയുടെ സ്ഥാനത്ത് 3.6 ആയതുകൊണ്ട് ഈ 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയർ നമുക്ക് 6.4 + 3.6, അതായത് a + b × a - b 6.4 - 3.6 എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. 6.4 3.6 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണ്. 10 ഗുണിക്കണം 6.4 3.6 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 2.8 ആണ്. കുറച്ചാ കിട്ടും. 10 × 2.8 എന്ന് പറഞ്ഞാൽ 28. 2.8 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ടേക്ക് വരും. അപ്പോൾ 28 എന്ന രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ ഈ മുകളിലത്തെ വില 6.4 സ്ക്വയർ മൈനസ് 3.6 സ്ക്വയറിന്റെ വില എന്തായി? 28 എന്നായിട്ട് മാറി. ബൈ എത്രയുണ്ട്? 2.8. അപ്പോൾ 28-നെ 2.8 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. നമുക്കൊരു ദശാംശ സംഖ്യയോട് ഹരിക്കുമ്പോൾ ഇതിനെ പൂർണ്ണസംഖ്യയിലേക്ക് മാറ്റണം. അതിനുള്ള വഴി ഒറ്റ ഒരു ദശാംശം ആയതുകൊണ്ട് ഇതിനെ 10 കൊണ്ട് ഗുണിക്കുക താഴെ. അതേപോലെ വിലക്ക് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി മുകളിലും 10 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ 28 ഗുണിക്കണം 10 280 ആയിട്ട് മാറും. ബൈ 2.8 × 10 28 എന്നായിട്ട് മാറും. അപ്പോൾ 250 ബൈ 28 എന്നായിട്ട് മാറി. 280 28 10 ആണെന്നറിയാം. 250-ൽ 28 10 പ്രാവശ്യം പോകും. അപ്പോൾ ബി 10 എന്നതാണ് ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 16.3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെയും 12.1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? സമഭുജ ത്രികോണ ചുറ്റളവും സമചതുരത്തിന്റെ ചുറ്റളവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സമഭുജ ത്രികോണത്തിന്റെ 3 വശം തുല്യമാണ്. അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് 3 × ഒരു വശം. ഒരു വശം ഇവിടെ 16.3 ആണ്. 3 × 16.3 ഇതാണ് 16.3 സെന്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവ്. 3 × 16.3 എത്ര കിട്ടും നമുക്ക്? 3 × 3 9, ഇവിടെ പോയിന്റ്. 3 × 6 18, ബാക്കി 1,
ഒരു 3 3 4 48.9 ഇതാണ് ഈ സമൂഹ ത്രികോണത്തിന്റെ ചുറ്റളവ്. അടുത്ത സമയത്തിന്റെ ചുറ്റളവ്. സമയത്തിന് 4 വശമാണത്, 4 വശം തുല്യമാണ്. അപ്പോൾ ഒരു വശം 12.1 ആയതുകൊണ്ട് അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 × 12.1 ആയിരിക്കും. 4 × 12.1 എന്ന് കിട്ടും നമുക്ക്? 4 × 1 4.428 1 4 4 48.4 കിട്ടും. അപ്പോൾ സമൂഹ ത്രികോണത്തിന്റെ ചുറ്റളവ് 48.9 സമഛേദ ചുറ്റളവ് 48.4 അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താ കുറച്ചാൽ മതി. നമുക്ക് 9 4 കുറച്ച് കഴിഞ്ഞാൽ 3 കിട്ടും. പോയിന്റ് ഇവിടെ 0 0.3. അപ്പോൾ 0. ഇപ്പോൾ 9 4 കുറച്ചാൽ 5 ആണ്. ഇപ്പോൾ 0.5 9 - 4 5 ആണ്. പിന്നെ ഇവിടെ 0 കിട്ടും. 42 42 0 0.5. ഓപ്ഷൻ ബി 0.5 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, എൻ്റെ കയ്യിൽ 60 10 രൂപ നോട്ടുകളുണ്ട്. ആ നോട്ടുകളിലെ നമ്പർ ക്രമമായിട്ടാണ്. ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 7575 ആണെങ്കിൽ അവസാന നോട്ടിന്റെ നമ്പർ ഏതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 60 10 രൂപ നോട്ടുകളുള്ളത്. ആദ്യത്തെ നോട്ടിന്റെ നമ്പർ 7575 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ 7575 നമ്പർ ഉൾപ്പെടെയുള്ള നോട്ടുകളുടെ എണ്ണമാണ് എന്ത് 60. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് 59 നോട്ടുകൾ ചേർത്താൽ, അതായത് 7575 കൂടെ ഒരു 59 നോട്ടുകൾ ചേർത്താൽ എന്താവും? 60 നോട്ടാവും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അടുത്ത ഇത് ക്രമമായിട്ടായതുകൊണ്ട് 7575 കൂടെ ഒരു 59 കൂട്ടിക്കഴിഞ്ഞാൽ അവസാനത്തെ നോട്ടിന്റെ നമ്പർ നമുക്ക് കിട്ടും. കാരണം 7575 ഒന്നാമത്തെ നോട്ടാണ്. അതിൻ്റെ കൂടെ 59 എണ്ണം കൂടി ചേർക്കണം ക്രമമായിട്ട്. അപ്പോൾ 7575 59 കൂട്ടിയാൽ മതി. അപ്പോൾ അത് കൂട്ടിയാൽ എന്താ കിട്ടാം നമുക്ക്? 9 5 14, ബാക്കി 1 6 6 7 13, ബാക്കി 1 6 7 13, സോറി 76. 7575 കൂടെ 59 കൂട്ടുക. അപ്പോൾ 7634 കിട്ടും. അപ്പോൾ 7634 ആയിരിക്കും ഈ 60ാമത്തെ നോട്ടിന്റെ നമ്പറായിട്ട് വരിക. അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വിട്ടുപോയ പദസംഖ്യ ഏതെന്നുള്ളതാണ്. 1 5 11 19 29 ഇവിടെ ഒരു സംഖ്യ വിട്ടിട്ടുണ്ട്. അടുത്തത് 55. അപ്പോൾ ഈ വിട്ടുപോയ പദസംഖ്യ ഏതാന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ 1 ൽ നിന്ന് 5ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 4 ആണ്. വ്യത്യാസം 4 ആണ്. 5 ൽ നിന്ന് 11ലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 6 ആണ്. 5നോട് 6 കൂട്ടിയാൽ 11 കിട്ടുക. 11 19ലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8 ആണ്. 11 കിട്ടും 19. 19 ൽ നിന്ന് 29ലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇതിന്റെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാവും നമുക്ക്. 4 ആണ് ഇവിടെ വ്യത്യാസം, ഇവിടെ 6 ആണ്, ഇവിടെ 8 ആണ്, 10 ആണ്. തീർച്ചയായിട്ടും അടുത്ത വ്യത്യാസം വരുന്നത് 12 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 29നോട് 12 കൂട്ടുക. അപ്പോൾ എന്താവും? 41 കിട്ടും. 22, അതായത് 12 വ്യത്യാസം വരുമ്പോൾ 29ഉം 12ഉം കൂട്ടിയാൽ 41. അപ്പോൾ അടുത്തത് 12 കഴിഞ്ഞാൽ 14 വരും. അപ്പോൾ 14 കൂട്ടി കഴിഞ്ഞാൽ 41 14 കൂട്ടി കഴിഞ്ഞാൽ 55 കിട്ടും. അപ്പോൾ 41 എന്ന ഉത്തരമാണ് ഇവിടെ കൃത്യമായിട്ട് വരുന്നത്. 4 6 8 10 ഇങ്ങനെയുള്ള വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ വ്യത്യാസം 12 ആയതുകൊണ്ട് 29 12 കൂട്ടിയാൽ 41 തുല്യമായിരിക്കും. അപ്പോൾ ഡി 41 എന്നാണ് ഇവിടുത്തെ ശരിയായ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക ഭാഷയിൽ FILE ഫയൽ എന്നത് UROV എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ ആ ഭാഷയിൽ SOUR സോർ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ എഴുതി വെക്കും. അപ്പോൾ 26 അക്ഷരം നമ്മളിങ്ങനെ ക്രമത്തിൽ എഴുതി ഇവിടെ ഇടത്തുനിന്ന് വലത്തോട്ട് മുന്നോട്ടേക്ക് 1 2 3 4 അങ്ങനെ അതിന്റെ നമ്പേഴ്സ് കൊടുക്കുന്നു 26 വരെ. താഴെ ഇടത്തോട്ട്, അതായത് തിരിച്ചു പറഞ്ഞതിന്റെ റിവേഴ്സ് ആയിട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അതായത് 1 മുതൽ 26 വരെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് സെറ്റിൽ നിന്ന് എയിലേക്ക് 1 മുതൽ 26 വരെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ FILE എന്ന് പറയുന്നത് എഫിന്റെ സ്ഥാനത്ത് U,
ഐയുടെ സ്ഥാനത്ത് ആറും എല്ലിന്റെ സ്ഥാനത്ത് ഒ, ഇയുടെ സ്ഥാനത്ത് വി എന്നുള്ളത്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ഈ മുന്നോട്ടേക്ക് ആറാമത്തെ അക്ഷരമാണ് എഫ്. അതാണ് യു ആയിട്ട്. യു എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആറാമത്തെ അക്ഷരമാണ്. അതുപോലെ ഐ എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് ഒമ്പതാമത്തേതായിട്ടാണ് വരുന്നത്. അവിടെ ആറാണ് വരുന്നത്. ആറെന്ന് പറയുന്നത് ഇവിടെ വലത്ത് നിന്ന് ഇടത്തോട്ടേക്ക് ഒമ്പതാമത്തെ അക്ഷരമായിട്ട് വരുന്നു. ഈ രീതിയിൽ ആദ്യത്തേത് മുന്നോട്ടുള്ളതും രണ്ടാമത്തത് പിന്നോട്ടുള്ളതുമായ അക്ഷരങ്ങളുടെ സ്ഥാനക്രമമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് ഒ യു ആർ എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്നത് എയിൽ നിന്ന് തുടങ്ങി 19ാമത്തെ അക്ഷരമാണ് എസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് തുല്യമായിട്ട് വരുന്ന, അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് വരുന്ന അക്ഷരം എന്ന് പറയുന്നത് സെറ്റിൽ നിന്ന് 19ആയിട്ട് വരുന്ന അക്ഷരമായ എച്ച് ആയിരിക്കും. അപ്പോൾ എസിന്റെ പ്ലേസിൽ എച്ച് എന്ന് വരും. അതുപോലെ ഒ എന്ന് പറയുന്നത് എയിൽ നിന്ന് തുടങ്ങിയിട്ട് 15ാമത്തേതാണ്. അപ്പോൾ സെറ്റിൽ നിന്ന് 15ാമത്തെയാണ് നോക്കാം. സെറ്റിൽ നിന്ന് ഇങ്ങോട്ട് 15ാമത്തെ എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ എച്ച് എല്ലായിട്ട് മാറി. അത് യു എന്ന് പറയുന്നത് എയിൽ നിന്ന് തുടങ്ങിയിട്ട് 21ാമത്തെ അക്ഷരമാണ്. അപ്പോൾ സെറ്റിൽ നിന്ന് 21ാമത്തെ അക്ഷരം ബാക്കോട്ട് വരുന്ന അത് കിട്ടുന്നത് എഫ് കിട്ടും. അപ്പോൾ എച്ച് എൽ എഫ് എന്നായിട്ട് മാറി. ലാസ്റ്റില് ആറാണ്. ആർ എന്ന് പറയുന്നത് എയിൽ നിന്ന് 18ാമത്തെ അക്ഷരമായിട്ടാണ് വരും മുന്നോട്ടേക്ക്. അപ്പോൾ പിന്നോട്ടാകുമ്പോൾ 18ാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഐ ആണ്. അപ്പോൾ എച്ച് എൽ എഫ് ഐ എന്ന് കിട്ടും. അപ്പോൾ ഈ എസ് ഒ യു ആർ എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എച്ച് എൽ എഫ് ഐ എന്നാണ്. എച്ച് എൽ എഫ് ഐ എന്നാൽ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലാസ്റ്റത്തെ ഈ വാചകം ശ്രദ്ധിക്കുക, ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ, എത്ര ആണുങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടെത്തുക? ഒരു കുടുംബത്തിൽ അജയൻ അച്ഛനാണ്, അച്ഛനുണ്ട്. പിന്നെ ആരുണ്ട്? അവർക്ക് 4 ആൺമക്കളുണ്ട്. 4 ആൺമക്കളുണ്ട്. അപ്പോൾ 4 സൺ എത്രയാണ്? സൺ 4 പേര്. അപ്പോൾ അച്ഛൻ ഒരാള്, 4 ആൺമക്കൾ. പിന്നെ പറയുന്നത് ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികൾ. അപ്പോൾ പെൺകുട്ടികളെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, 3 വീതം ആൺകുട്ടികളുണ്ട്. അപ്പോൾ 4 ആൺമക്കളുള്ളത്. അപ്പോൾ ഗ്രാൻഡ് സൺ എന്ന് പറയുന്നത് 4 മക്കൾക്ക് 3 പേര് വെച്ചിട്ട് 4 ഗുണിക്കണം 3 12 പേരക്കുട്ടികളുണ്ട് ആണായിട്ട്. ഇപ്പോൾ 4 ഗുണിക്കണം 3 12 പേരക്കുട്ടികൾ ആൺകുട്ടികളായിട്ട്. അപ്പോൾ മൊത്തത്തിൽ കിട്ടി നമുക്ക്. അതായത് അച്ഛൻ ഒരാള്, 4 ആൺമക്കള്. ഇപ്പോൾ 4 1 5 അവർക്ക് മൊത്തം 4 ഗുണിക്കണം 3 12. അപ്പോൾ ഇത് പേരക്കുട്ടികളായിട്ട് വരും, ആൺകുട്ടികളായിട്ട്. അപ്പോൾ 1 4 12 കൂട്ടിയാൽ മതി. 1 കൂട്ടണം 4 കൂട്ടം 12 സമം 1 4 5 5 12 17. ഇപ്പോൾ മൊത്തം 17 ആണുങ്ങളാണ് ആ കുടുംബത്തിൽ ഉണ്ടാവുക. പെൺകുട്ടികളുടെ കാര്യം നമ്മളോട് ഇവിടെ ചോദിക്കുന്നില്ല. അതുകൊണ്ട് മൊത്തത്തിൽ 17, അതായത് സി 17 എന്ന ഉത്തരമാണ് ഇവിടെ ശരിയായി വരുന്നത്. അടുത്ത ചോദ്യം, ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏത് റൺ നിരക്കിൽ റണ്ണെടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ഇപ്പോൾ റൺ റേറ്റ് 3.2 ആണ് 10 ഓവറിൽ എന്ന് പറഞ്ഞാൽ 10 ഓവർ കൊണ്ട് എടുത്തിരിക്കുന്ന റൺ എന്ന് പറയുന്നത് 10 ഗുണിക്കണം 3.2, അതായത് 32 റണ്ണായിരിക്കും. അപ്പോൾ 32 റണ്ണാണ് 10 ഓവറിൽ എടുത്തിരിക്കുന്ന ആകെ റണ്ണ്. ആകെ എടുക്കേണ്ട റണ്ണ് 282 ആണ്. അപ്പോൾ 282 റൺ എടുക്കണമെങ്കിൽ ഇനി ബാക്കി എത്ര റൺ എടുക്കേണ്ടി വരും? 282 നിന്ന് ഈ 32 അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ
250 റണ്ണ് ഇനി എടുക്കണം. 250 റണ്ണ് ഇനി എത്ര ഓവറിൽ എടുക്കേണ്ടത്? 40 ഓവറിൽ. ഇപ്പോൾ 40 ഓവറിൽ 250 റണ്ണ് എടുത്താലേ മൊത്തം 282 റണ്ണ് കിട്ടുള്ളൂ. അപ്പോൾ 40 ഓവറിൽ 250 റണ്ണ് എടുക്കണമെങ്കിൽ റൺ റേറ്റ് എന്നത് ഓരോ ഓവർ റണ്ണാണ്. ഓരോ ഓവറിൽ എടുക്കേണ്ട റൺ എന്ന് പറയുന്നത് 250 ഹരിക്കണം 40 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 25/4. 250 40 0 പോവും. ഇപ്പോൾ 25/4 കിട്ടും. 25-നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 4 24, ബാക്കി 1 ഒരു 0 ഇടും. അപ്പോൾ 10 ആവും. ഇവിടെ പോയിന്റ് ഇടണം. 10-ൽ 4 2 പ്രാവശ്യം, 2 4 8, ബാക്കി 2, 20-ൽ 5 4 20 ചിട്ടം 0. അപ്പോൾ നമുക്ക് 25-നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6.25 കിട്ടും. അപ്പോൾ 6.25 ഉത്തരം വരുന്നത്. 6.25 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 6.25 ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ജോസഫ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും തിരിച്ച് 120 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു. ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ 5 മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ വേഗതയിലാണ് ആദ്യം പോകുന്നത്. മണിക്കൂർ 30 കിലോമീറ്റർ വേഗതയിൽ. തിരിച്ച് 100 കിലോമീറ്റർ വേഗതയിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരേ ദൂരത്ത് ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കണക്ക് നമുക്കറിയാം. ശരാശരി വേഗത കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഒന്നാമത്തെ വേഗത എയും തിരിച്ചുള്ള വേഗത ബിയും ആണെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് 2AP/A+B ആണ് നമുക്കറിയാം. ശരാശരി വേഗത, അതായത് ഒരേ ദൂരമാണ് ഇവിടെ സഞ്ചരിക്കുന്നത്. 30 കിലോമീറ്റർ വേഗതയിൽ ആദ്യം പോകുന്നു, തിരിച്ചു വരുമ്പോൾ 120 കിലോമീറ്റർ വേഗത. അപ്പോൾ ഒരേ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ശരാശരി വേഗത എന്ന് പറയുന്നത് 2AP/A+B എന്ന സൂത്രവാക്യം ഉപയോഗിക്കണം നമുക്കറിയാം. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് വരുന്നത് ഒന്നാമത്തെ വേഗത 30 ആണ്. അപ്പോൾ 2 × 30 × B 120/A+B. A+B എന്ന് പറഞ്ഞാൽ 30 + 120 എന്നുപോലെ നമുക്ക് അറിയാം. ഇപ്പോൾ 2 × 30 ഇപ്പോൾ 60 ആണ്. 60 × 120 ഡിവൈഡഡ് ബൈ എത്ര വരും? 150 വരും. 30ഉം 120ഉം കൂട്ടിയാൽ. അപ്പോൾ ഇവിടെ ഒരു 0 ഒരു 0 അങ്ങോട്ട് പോകും. ഈ 15 60-ൽ 4 പ്രാവശ്യം പോകും. 4 × 12 48. അപ്പോൾ 48 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇതാണ് ശരാശരി വേഗത എന്ന് പറയുന്നത്. 30 കിലോമീറ്റർ ആദ്യ വേഗത, രണ്ടാമത്തെ വേഗത 100 കിലോമീറ്റർ. ഒരേ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശരാശരി വേഗത 2AP/A+B പ്രകാരം 60 × 120/150 വരും. അത് 30 + 120 150. അപ്പോൾ 48 കിലോമീറ്റർ പെർ മണിക്കൂർ. ഇതാണ് ശരാശരി വേഗത എന്ന് പറയുന്നത്. ഇനി ഇത്രയും ദൂരം സഞ്ചരിക്കാൻ 5 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു മണിക്കൂറിൽ 48 കിലോമീറ്റർ ആണ് വേഗത. അപ്പോൾ 5 മണിക്കൂർ കൊണ്ടാണ് ഈ രണ്ട് ദിശകളും പോയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്, ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് വേഗത ഗുണിക്കണം സമയം. സമയം ഇവിടെ 5 ആണ്. അപ്പോൾ 48 × 5 കിട്ടും. 5 8 40, ബാക്കി 4, 4 5 20 24 240. അപ്പോൾ 240 കിലോമീറ്റർ ആണ് മൊത്തത്തിൽ സഞ്ചരിക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് പോയി തിരിച്ചു വരുമ്പോൾ എടുക്കുന്ന മൊത്തത്തിലുള്ള കിലോമീറ്റർ ആണ് 250 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിശയിലെ ചോദ്യമാണ് ഒരു വശത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്രയാണ്. അപ്പോൾ 2 വശത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാണ് 240 കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പകുതി 120 കിലോമീറ്റർ ആയിരിക്കും ഒരു വശത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി 100 കിലോമീറ്റർ ആണ് ശരിയായ ഉത്തരമായിട്ടുള്ള വരിക. അടുത്ത ചോദ്യം, 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടി. ലാഭശതമാനം 8% മാത്രമേ വേണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് സൈക്കിൾ വിൽക്കണം എന്നുള്ളതാണ് ചോദ്യം.
ഇപ്പോൾ 2850 രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ 14% ലാഭം കിട്ടിയതിൻ്റെ അർത്ഥം ഈ വിറ്റത് യഥാർത്ഥ വിലയുടെ 114% രൂപക്കാണ്, 114%-ത്തിനാണ് എന്നാണ് അർത്ഥം. അതായത് 2850 രൂപ എന്ന് പറയുന്നത് യഥാർത്ഥ വിലയുടെ 114%. അവിടെ 114% എന്ന് പറയുന്നത് 2850 രൂപയാണ്. ലാഭശതമാനം 8% മാത്രമേ വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 108% വിൽക്കുമ്പോഴാണ് 8% ലാഭം കിട്ടുക. അപ്പോൾ ഈ 108% എന്ന് പറയുന്നത് എത്ര എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം. 114% എന്ന് പറയുന്നത് 2850 രൂപയാണെങ്കിൽ 108% എന്ന് പറയുന്നത് എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഈ രണ്ടും കൂടി ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. അതായത് 114 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 108 ഇൻറ്റു 2850 തുല്യമാണ്. 114 എക്സ് സമം 108 ഗുണിക്കണം 2850. 114 എക്സ് 108 ഇൻറ്റു 2850 ആയതുകൊണ്ട് എക്സ് എന്നത് 108 ഗുണിക്കണം 2850 ഹരിക്കണം 114 ആയിരിക്കും. നമുക്കിതിനെ ലഘൂകരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 108 ഇരട്ട സംഖ്യയാണ്, 114 ഇരട്ട സംഖ്യയാണ്. 108നെ നമുക്ക് 2 കൊണ്ട് ഹരിച്ചാൽ 54 കിട്ടും. 114 2 കൊണ്ട് ഹരിച്ചാൽ 57 കിട്ടും. ഇനി അടുത്തത് ഈ 57ന്റെ 5 മടങ്ങാണ് 255. അതായത് 57 ഗുണിക്കണം 5, 7 35 ബാക്കി 3, 5 25 3 28 255. അപ്പോൾ 57 ഇൻറ്റു 5 255. അപ്പോൾ 57 255-ൽ 5 പ്രാവശ്യം പോകും. അപ്പോൾ 2750 50 പ്രാവശ്യം പോകും. അപ്പോൾ 57 2750 50 പ്രാവശ്യം പോകും. അപ്പോൾ 54 ഗുണിക്കണം 50 നമുക്ക് ഗുണിച്ച് നോക്കാം. നമുക്ക് 54 ഗുണിക്കണം 50 0 5 4 20 ബാക്കി 2 5 25 2 27 2700 കിട്ടും. അപ്പോൾ ഇത് എക്സ് എന്ന് പറയുന്നത് 2700 ആണ്. അപ്പോൾ 2700 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് 8% ലാഭം കിട്ടുക. അപ്പോൾ ബി 2700 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ തുക, വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികൾ. നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് തുക 50 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് ബീജഗണിതത്തിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇളയ കുട്ടി, ആ കുട്ടിയുടെ വയസ്സ് എക്സ്, ഇതാകുമ്പോൾ കണ്ടുപിടിക്കാൻ എക്സ് ആണെങ്കിൽ അപ്പോൾ അതിനേക്കാൾ 3 വയസ്സുള്ള കുട്ടിയായിരിക്കും അടുത്തത്. മൂന്നാമത്തെ കുട്ടി അതിനേക്കാൾ 3 വയസ്സ് കൂട്ടിയത് 6 ആയിരിക്കും, എക്സ്പ്രസ് 6 ആയിരിക്കും. വീണ്ടും 3 വയസ്സ് കൂട്ടിയാൽ എക്സ്പ്രസ് 9 ആയിരിക്കും അടുത്ത കുട്ടിയുടെ വയസ്സ്. ഏറ്റവും മൂത്ത കുട്ടിയുടെ വയസ്സ് എക്സ്പ്രസ് 12 ആയിരിക്കും, 3 കൂട്ടിയിട്ട്. അതായത് ഏറ്റവും ഇളയ കുട്ടിയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ വയസ്സ് എക്സ്പ്രസ് 3 കൂട്ടിയതായിരിക്കും. വീണ്ടും 3 കൂട്ടിയാൽ എക്സ്പ്രസ് 6 ആയിരിക്കും മൂന്നാമത്തെ കുട്ടിയുടെ വയസ്സ്. നാലാമത്തെ കുട്ടി എക്സ്പ്രസ് 9 ആയിരിക്കും. അഞ്ചാമത്തെ കുട്ടിയുടെ വയസ്സ് എക്സ്പ്രസ് 1 ആയിരിക്കും. ഇവയുടെ തുക 50 എന്ന് ചോദിച്ചു പറയുന്നത്. അപ്പോൾ എക്സ് കൂട്ടണം എക്സ്പ്ലസ് 3 കൂട്ടണം എക്സ്പ്ലസ് 6 കൂട്ടണം എക്സ്പ്ലസ് 9 കൂട്ടണം എക്സ്പ്ലസ് 12 എന്ന് പറയുന്നത് 50-ന് തുല്യമാണ്. ഇവിടെ എക്സ് 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 5x എക്സ് 5 ഉണ്ട്. 5x കൂട്ടണം. ഇവിടെ 3 6 9 9 9 18 18 കൂട്ടിയാൽ 30 കിട്ടും. അപ്പോൾ 5x പ്ലസ് 30 എന്ന് പറയുന്നത് 50-ന് തുല്യമാണ്. അപ്പൊ 5x-നോട് 30 കൂട്ടിയിട്ട് 50 കിട്ടുന്നത്. അപ്പൊ 5x എന്ന് പറയുന്നത് 50-നേക്കാൾ 30 കുറവായിരിക്കും. അതായത് 20. 5x 20 ആണ്. അപ്പൊ 5 കൊണ്ട് x-നെ ഗുണിച്ചാലാണ് 20 കിട്ടുന്നത്. അപ്പൊ x കാണാൻ വേണ്ടിയിട്ട് 20-നെ 5 കൊണ്ട് ഹരിക്കണം. അതായത് 4 എന്ന ഉത്തരം കിട്ടും. അപ്പൊ x-ന് വില 4 ആണ്. എപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് 4 എന്നാണ് കിട്ടുക. ഇത് നമുക്ക് മറ്റൊരു വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ 5 കുട്ടികളുടെ വയസ്സുകളുടെ തുകയാണ് 50 എന്ന് പറയുന്നുണ്ട്. 3 ആണ് വയസ്സിന്റെ വ്യത്യാസം. അതായത് 3 കൂടിക്കൂടി വരികയാണ്. അപ്പൊ ഇത് ഒരു സമാന്തര ശ്രേണിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നടുക്കത്തെ കുട്ടിയുടെ, അതായത് മൂന്നാമത്തെ കുട്ടിയുടെ വയസ്സ് കാണാൻ വേണ്ടി നമുക്ക് ഇതിന് ശരാശരി കണ്ടെത്തിയാൽ മതി. അതായത് 50 ആണ് തുക. 5 കുട്ടിയുടെ
വയസ്സോട് തുകയാണ് 50. അപ്പോൾ നടുക്കത്തെ കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് 50നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 50നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 10 കിട്ടും. നടുക്കത്തെ കുട്ടി, അതായത് മൂന്നാമത്തെ കുട്ടിയുടെ വയസ്സ് 10 എന്ന് ഡയറക്റ്റായിട്ട് നമ്മളിവിടെ കണ്ടെത്താൻ പറ്റും. 10 ആണ് മൂന്നാമത്തെ കുട്ടിയുടെ വയസ്സെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ വയസ്സ് അതിനേക്കാൾ ഒരു 3 വയസ്സ് കുറഞ്ഞ, അതായത് 7 ആയിരിക്കും. 10 കുറച്ച് 7 കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 7 വീണ്ടും 3 കുറച്ച് 4 കിട്ടും. ആ രീതിയിൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ 4 എന്നാണ് ഇവിടുത്തെ ശരിയായ ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 853 ഗുണിക്കണം 1346 ഗുണിക്കണം 452 ഗുണിക്കണം 226 എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കാണാൻ വേണ്ടി സംഖ്യ മൊത്തം ഗുണിച്ചു നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ മാത്രമേ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് ഈ ഓരോ സംഖ്യയുടെയും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഗുണിച്ച് നോക്കിയാൽ മതിയാവും. ഇവിടെ ഒന്നാമത്തെ 853 1346 തമ്മിൽ ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്തോടെ 3 ഇവിടെ 6 ആണ്. അപ്പോൾ 3 ഗുണിക്കണം 6 എന്ന് പറയുമ്പോൾ 18 ആണ്. അപ്പോൾ വീണ്ടും ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് കിട്ടും? 8 കിട്ടും. ആ 8 ഗുണിക്കണം തൊട്ടടുത്ത 457 ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ 2 ആണ്. ആ 2 കൊണ്ട് ഗുണിക്കുക. 8 16 16 കിട്ടും. അപ്പോൾ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 ആണ്. ആ 6 ഗുണിക്കണം ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 തന്നെയാണ്. 6 × 6 വരും. 6 6 36. അവിടെ ഒറ്റയുടെ സ്ഥാനത്ത് 6 വരിക. അപ്പോൾ നമുക്ക് ഈ ഗുണനഫലത്തിൽ മൊത്തം ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എന്ന് പറയുന്നത് 6 ആണ് കിട്ടുക. ഓപ്ഷൻ ഡി 6 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏതാണെന്നുള്ളത് ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇവിടെ 17 71 തന്നിട്ടുണ്ട്, 23 32, 19 90, 46 64. ഇതിൽ ഏത് ജോഡിയാണ് മറ്റ് ജോഡികളിൽ വ്യത്യസ്തം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 17 71 ആകുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അക്കം ഇത് 10 സ്ഥാനത്തൊക്കെ 1, ഒറ്റയുടെ സ്ഥാനത്ത് 7 ആണ്. അത് തിരിച്ചാ വന്നിരിക്കുന്നത് ഇവിടെ 71 ആകുമ്പോൾ. 23 ആകുമ്പോൾ അങ്ങനെ ഒറ്റയുടെ സ്ഥാനത്തുള്ള 3, ഇവിടെ 10 സ്ഥാനത്ത് 2 ആണ്. തിരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 46 64 അങ്ങനെ ഒറ്റയുടെ സ്ഥാനത്തുള്ള 6 4 ആണ്. ഇവിടെ 10 സ്ഥാനത്ത് തിരിച്ചാണ് 64 വരിക. 19 90 ആകുമ്പോൾ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഈ 3 ഒരേ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ട് വരുന്നത് സി 19 90 ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരവായിട്ട് വരിക. അടുത്ത ചോദ്യം, മോഹന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. വരുമാനത്തിന് 15% മക്കളുടെ പഠനത്തിനും 28% വീട്ടു ചെലവിനും 10% വാടകയ്ക്ക് ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്ര എന്നുള്ളതാണ് ചോദ്യം. അതായത് ഒരു മാസത്തെ വരുമാനം 50,000 രൂപയാണ്. സമ്പാദ്യം എത്ര എന്നുള്ളതാണ് ചോദ്യം. സമ്പാദ്യം എന്ന് പറയുന്നത് ചെലവെല്ലാം കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ്. ഇവിടെ ചെലവ് എന്തായിട്ടാണ് വരുന്നത്? വരുമാനത്തിന് 15% മക്കളുടെ പഠനത്തിന്, 15% മക്കളുടെ പഠനത്തിന്, 28% വീട്ടു ചെലവിന്, 10% വാടകയ്ക്ക്. ഇത്രയും ആണ് അദ്ദേഹത്തിന്റെ ചെലവായിട്ട് വരുന്നത്. അപ്പോൾ 15ഉം 28ഉം 43 10 53. അപ്പോൾ മൊത്തം വരുമാനത്തിന്റെ 53% ചെലവ് വരുന്നുണ്ട്. അപ്പോൾ സമ്പാദ്യം എന്തായിരിക്കും? ബാക്കിയുള്ള 47%. 53% ചെലവ് വന്നു കഴിഞ്ഞാൽ ബാക്കി 47% മിച്ചം വരിക, അതായത് സമ്പാദ്യം വരിക. 47% സമ്പാദ്യം ഏതിന്റെ? ആകെ വരുമാനത്തിന്റെ. ആകെ വരുമാനത്തിലാണ് 50,000. അപ്പോൾ 50,000-ന് 47% കണ്ടെത്തിയാൽ മതി. അതാണ് സമ്പാദ്യം വരിക. അപ്പോൾ 50,000-ന്റെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഗുണിക്കുക. 50,000-ന്റെ 47% എന്ന് പറഞ്ഞാൽ 47/100 ആണ്. അതിന്റെ ഭിന്നസംഖ്യ രൂപം 47/100. അപ്പോൾ ഇതായിരിക്കും സമ്പാദ്യമായിട്ട് വരിക. ലഘൂകരിച്ചാൽ മതി. ഇവിടെ 2 0 2 0 പോവും. അപ്പോൾ എന്താവും? 500 ഗുണിക്കണം 47 കിട്ടും. അപ്പോൾ 5 കൊണ്ട് 47 ഗുണിക്കുക. 5 35, ബാക്കി 3. 5 4 23 23, 235 പിന്നെ 2 0 ഉണ്ട്. 2 0 കൂടി ഇവിടെ ഇടുക. 23,500 രൂപ എന്നാണ് വരിക. അപ്പോൾ 23,500 രൂപയായിരിക്കും സമ്പാദ്യമായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി 23,500 എന്നാണ് ശരിയായ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, 5 കുറക്കണം ബ്രാക്കറ്റിൽ 1/4 പ്ലസ് 2 1/2 2 പ്ലസ് 2 1/4 2/4. ഇത് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ചോദ്യം കിട്ടിയെങ്കിൽ ആദ്യം ബ്രാക്കറ്റിൽ ക്രിയ ചെയ്യുക. ബ്രാക്കറ്റിൽ ക്രിയ ചെയ്യുമ്പോൾ ഇവിടെ ഒരു 5 കുറക്കണം. ഇവിടെ 1/4 എന്ന് പറയുന്നത് മഴക്കണക്കെ ചെയ്യാൻ പറ്റും. 1/4 കാലുമാണ്. 2 1/4 എന്ന് പറയുന്നത് 2/4 കാലും 2/4 കൂട്ടിയാൽ നമുക്കൊരു 2.5 ആണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂട്ടിയാൽ 2.5 വരും.
പിന്നെ ഇവിടെ 2.5 കൂടിയുണ്ട്. 2 കൂട്ടി 5, 5 - 5 അതായത് 0. ബ്രാക്കറ്റിൽ കാൽഭാഗമുണ്ട്, 2.25 ഉണ്ട്, 2 കൂടി കൂട്ടി കഴിഞ്ഞാൽ 2.5, 2.5യും ഇവിടുത്തെ 2.5യും കൂട്ടിയാൽ 5. അപ്പോൾ ബ്രാക്കറ്റിലെ മൊത്തം വില എന്ന് പറഞ്ഞാൽ 5 ആണ്, പുറത്തായിട്ട് 5 ആണ്. അപ്പോൾ 5 കുറക്കണം 5 വരും, അതായത് 0. അപ്പോൾ ലളിതമായ കണക്കാണ്. അപ്പോൾ C 0 എന്നുള്ളതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്.